പറയാം നമ്മുടെ സ്കൂളിൻ്റെ ഒരു അവസ്ഥ. അതായത് ഞാൻ എപ്പോഴും പറയുന്ന ഒരു രീതിയാണ്, നമ്മുടെ സ്കൂളിൻ്റെ വികസനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് ഞാനിതുമായി ബന്ധപ്പെട്ട് ആദ്യമായി സമീപിച്ചത് സ്കൂളിൻ്റെ വികസനവുമായി ബന്ധപ്പെട്ട് നമ്മുടെ രാജു സാറിനായിരുന്നു. കാരണം ഞങ്ങൾ ഡിഗ്രിക്ക് ഒന്നിച്ച് പഠിച്ച ആളാണ്. അപ്പോൾ ഞങ്ങളുടെ സാറിനെ സമീപിച്ചതിന് അടിസ്ഥാനത്തിലാണ് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനൊരു ട്രൂമാക്കായിരുന്നുള്ള ഒരു സന്നദ്ധ സംഘടന, അതായത് എല്ലാ ഭാഗത്തും ഇപ്പോൾ നമ്മുടെ ഈ സാർമാരൊക്കെ എന്ന് പറഞ്ഞാൽ വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വയനാട് പോയ ആൾക്കാരാണ്. ആ ഒരു സാഹചര്യത്തിലൂടെ അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരെ നമുക്ക് ഈ സ്കൂളിൻ്റെ ഈ വികസന കാര്യങ്ങൾ, അത് വികസനം മാത്രമല്ല ശുചീകരണ പ്രവർത്തനങ്ങളിലേക്ക് നമുക്ക് കിട്ടിയത് വളരെ ഒരു ഭാഗ്യമായിട്ട് നമുക്ക് കാണേണ്ടതാണ്. അപ്പോൾ എല്ലാവിധത്തിലും ഈ നല്ലൊരു ഈ കാര്യത്തിന്, അതായത് നമ്മുടെ ശുചീകരണ പ്രവർത്തനത്തിന് വേണ്ടിയിരിക്കുന്ന നമ്മുടെ ട്രൂമ കെയർ അംഗങ്ങൾക്കും, അത് നമ്മുടെ തൊഴിലുറപ്പ് പണിയിൽ ഏർപ്പെട്ടിരിക്കുന്ന തൊഴിലാളികൾക്കും, മറ്റ് സ്കൂളിലത്തെ നമ്മുടെ മാഷ്മാർ, മറ്റ് സഹപ്രവർത്തകർ എല്ലാവർക്കും ഞാൻ എല്ലാവിധത്തിലുള്ള തർപ്പിച്ചുകൊണ്ട് ഞാൻ ഇതിലേക്ക് ഈ ഒരു പ്രവർത്തനത്തിന് വേണ്ടി 2 വാക്ക് സംസാരിക്കുന്നത് വളരെ സന്തോഷമുണ്ട്, അഭിമാനമുണ്ട്. ഒരു അധ്യാപകൻ ഇവിടെ ജോലി ചെയ്യുന്നു, അതുവരെ ഏറ്റവും അത്ഭുതം എന്ന് പറയുന്നത് അവിചാരിതമായിട്ടാണ് രാജുവിനെ പരിചയപ്പെടുന്നത്. മലപ്പുറം ട്രോമോക്കെയറുടെ സേവന ഭാഗമായിട്ട് ഞാൻ ഉള്ളതുകൊണ്ട് രാജുവിനെ പരിചയപ്പെടുന്നു. ട്രോമോക്കെയർ എന്ന് പറയുന്നത് ഒരേ സമയം സൈനികരുടെ പോലീസാകുന്നു, സന്നദ്ധ പ്രവർത്തകരാകുന്നു, പാലിയേറ്റീവ് പരിചരിക്കുന്നു, സർവ്വമേഖലയിലും സ്വാധീനിക്കുന്ന ഏറ്റവും നല്ല അഭിമാനിക്കുന്ന സംഘടനയിൽ ചെറിയ രീതിയിൽ ചെയ്യാൻ അല്ലെങ്കിൽ അവർക്ക് ഒരു സഹായം ചെയ്യാൻ എനിക്ക് പറ്റിയതിൽ സന്തോഷമുണ്ട്. അപ്പോൾ ഈ ഒരു പ്രവർത്തനം വലിയ പ്രവർത്തനമായി മാറി വളരെ പേര് പ്രശസ്തി ഉണ്ടാവട്ടെ, ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവട്ടെ. ഒരിക്കൽ കൂടി എല്ലാവരെയും മണിമേഷം അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരും, പ്രത്യേകിച്ച് രാജു, നമ്മുടെ മലപ്പുറം പ്രമുഖരുടെ ലീഡർ നമ്മുടെ ജബാർ, ലക്ഷ്മി, പരിചയമുണ്ട്, വേദിയിലൊക്കെ കാണാറുണ്ട്, പക്ഷേ പരിചയപ്പെട്ടിട്ടില്ല. പക്ഷേ പല പരിപാടികളും കാണുന്നു. പക്ഷേ തൊഴിലാളികൾ, പ്രിയപ്പെട്ട സഹപ്രവർത്തകർ, സത്യത്തിൽ വളരെ അഭിമാനമുണ്ട്. അതുകൊണ്ട് താങ്ക് യു വന്നതിനും ക്ഷണിച്ചതിനും ഒന്ന് വിടാൻ കഴിഞ്ഞതിനും ഒക്കെ സന്തോഷിക്കുന്നു. മറ്റവന്മാര് പുറത്തിറങ്ങിയിട്ടുണ്ട്. അകത്ത് തന്നെ വലിയ അലമ്പായിരുന്നു. നിനക്കത് ആരുടെ ടീമാണെന്നറിയോ? Bloody sweet. നിയമത്തിനും പോലീസിനും നിന്നെ പൂട്ടാൻ പറ്റുമോന്ന് ഞാൻ നോക്കും. Rest in peace.
വഴി പാലക്കാടിൻ്റെ മറ്റു പല ഭാഗങ്ങളിലും പിള്ളേരുകളൊന്ന് പഠിക്കണം. ആ ലെവലിലേക്ക് സ്കൂൾ വരണമെങ്കിൽ സ്കൂളിൻ്റെ അന്തരീക്ഷം ആദ്യം മാറണം, അതായത് മുഖമുദ്ര മാറണം. അപ്പോൾ അതിനുവേണ്ടി ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് നിങ്ങളെ ഈ ഒരു സഹായം അല്ലെങ്കിൽ നിങ്ങളൊരു സ്നേഹം ഞങ്ങൾക്ക് തന്നതിന് വളരെ നന്ദിയുണ്ട്. അപ്പോൾ ഒരിക്കൽ കൂടെ സ്കൂളിൻ്റെയും സ്കൂളിൻ്റെ സ്റ്റാഫ് ടീച്ചറുടെയും എല്ലാ വിദ്യാർത്ഥികളെയും എല്ലാ മാതാപിതാക്കളുടെയും പേരിൽ നിങ്ങൾക്ക് വളരെ സ്നേഹത്തോടെ നന്ദി അറിയിക്കുന്നു.